ഗസ വെടിനിർത്തൽ പ്രതിസന്ധി തീർക്കാൻ മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും യോഗം ചേരുന്നു. ഖത്തർ, ഈജിപ്ത്, തുർക്കി പ്രതിനിധികളുമായി അമേരിക്കയിലെ മിയാമിയിലാണ് യോഗം. കരാർ ലംഘനത്തിൽ നിന്ന് ഇസ്രായേലിനെ തടയാൻ മിയാമി യോഗം ഉപകരിക്കുമെങ്കിൽ സ്വാഗതം ചെയ്യുമെന്ന് ഹമാസ് അറിയിച്ചു. ഗസയിൽ പട്ടിണി ഇപ്പോഴും യാഥാർത്ഥ്യമാണെന്ന് അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകൾ പറഞ്ഞു. ഗസയിൽ 16 ലക്ഷം പേർ ഭക്ഷ്യക്ഷാമത്തിന്റെ പിടിയിലെന്ന് യുനർവ അറിയിച്ചു. ഇസ്രായേലിന്റെ തുടർച്ചയായ വെടിനിർത്തൽ ലംഘനം ട്രംപിന്റെ സമാധാന പദ്ധതിക്ക് തന്നെ ഭീഷണിയെന്ന് ഖത്തർ വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി MC നാസറാണ് ചേരുന്നത്. നാസർ, എന്തായാലും നിലവിലെ വെടിനിർത്തൽ കരാർ അത് തുടരുന്നതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഈ അമേരിക്കയിൽ നടക്കുന്ന ചർച്ചയോടെ ഇല്ലാതാകും അല്ലെങ്കിൽ അവസാനിക്കുമെന്നാണ് കരുതുന്നത്. ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു? എന്തായാലും നിർണായകമായിട്ടുള്ള ചർച്ചയാണ് അമേരിക്കൻ സ്റ്റേറ്റ് ആയിട്ടുള്ള മിയാമിയിൽ നടക്കാൻ പോകുന്നത്. കാരണം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇപ്പോൾ തന്നെ അല്പം മുമ്പ് മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചിരുന്നു. മാർക്കോ റൂബിയോ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറഞ്ഞത് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ട്രംപിൻ്റെ 20 ദിന പദ്ധതി പ്രയോഗവൽക്കരിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള കുറേ പ്രതിസന്ധികളുണ്ട്. അത് പരിഹരിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളും ഇസ്രായേലും ഹമാസുമായൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വെടിനിർത്തൽ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ട്രംപും അതോടൊപ്പം തന്നെ അമേരിക്കൻ ഭരണകൂടവും ആഗ്രഹിക്കുന്നത്. ആ ദിശയിൽ തന്നെ കാര്യങ്ങൾ നീങ്ങും. അതോടൊപ്പം തന്നെ തുടർ നീക്കങ്ങൾ, പ്രധാനമായിട്ടും രണ്ടാം ഘട്ടം എന്നത് കുറെ കൂടി ഗൗരവപൂർണ്ണമായിട്ട് കാണേണ്ടതുണ്ട്. കാരണം നിരായുധീകരണം, ഹമാസിന്റെ നിരായുധീകരണം അതിൽ പ്രധാനമാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം ഉൾപ്പെടെയുള്ള യുദ്ധാനന്തര ഗസയുടെ ഭാവി സംബന്ധിച്ച നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് നിലവിലുള്ള ഈ ഒരു പ്രതിസന്ധി. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും മധ്യസ്ഥ രാജ്യങ്ങൾക്കും സാധിക്കും എന്നൊരു പ്രത്യാശ കൂടിയാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അല്പം മുമ്പ് പങ്കുവച്ചിരിക്കുന്നത്. തുർക്കിയുടെയും ഈജിപ്തിൻ്റെയും വിദേശകാര്യമന്ത്രിമാരും ഖത്തർ പ്രധാനമന്ത്രിയുമാണ് മിയാമി യോഗത്തിൽ സംബന്ധിക്കുന്നത്. എന്തായാലും ഹമാസ് തത്വത്തിൽ ഈ യോഗത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം എന്നത് ഈ വെടിനിർത്തൽ നിരന്തരം ലംഘിക്കുന്ന ഇസ്രായേലിൻ്റെ നടപടി പൂർണ്ണമായിട്ടും അമർച്ച ചെയ്യണം. ഒന്ന്. രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ സൈനിക പിന്മാറ്റം, ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇസ്രായേൽ സേന പിന്മാറണം. അതിന് കൃത്യമായിട്ടുള്ള ഒരു സമയബന്ധിത പദ്ധതി കൂടി ആവിഷ്കരിക്കണമെന്ന പ്രധാനപ്പെട്ട 2 നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ നടക്കാൻ പോകുന്ന ഈ യോഗം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ലോകവും ഇപ്പോൾ കാത്തിരിക്കുന്നത്. MCA, ഈ ചർച്ചയിൽ ഇസ്രായേലിന്റെയോ ഹമാസിന്റെയോ പ്രതിനിധികൾ ആരും പങ്കെടുക്കില്ലേ? ഈ ചർച്ച പ്രധാനമായിട്ടും മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും മാത്രമാണ്. കാരണം തുർക്കിയുടെയും ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും അവർ നേരത്തെ തന്നെ ആശയവിനിമയം ഹമാസുമായിട്ടും അതോടൊപ്പം തന്നെ ഇസ്രായേലുമായിട്ടും നടത്തിയിട്ടുണ്ട്. ഈ 2 രാജ്യങ്ങളും മുന്നോട്ട് വെച്ച് അവരുടേതായിട്ടുള്ള ചില ആശങ്കകളുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ടം ഏത് പ്രതിസന്ധികളുണ്ടെങ്കിലും മുന്നോട്ട് പോകണമെന്ന ഒരു സന്ദേശമാണ് പ്രസിഡന്റ് ട്രംപ് ഈ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള പ്രതിസന്ധികൾ, പ്രധാനമായ പ്രതിസന്ധി എന്നത് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിന്നിട്ട് 2 മാസത്തിലധികമായി നിലനിൽക്കുന്ന ഈ വെടിനിർത്തൽ കരാർ 800-ലധികം തവണയാണ് ഇസ്രായേൽ ബോധപൂർവം തന്നെ ആസൂത്രിതമായി തന്നെ ലംഘിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് 394 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു, 1000-ലധികം പലസ്തീൻകാർക്ക് പരിക്കേറ്റു. അതോടൊപ്പം തന്നെ റഫ അതിർത്തി തുറക്കുമെന്നത് ആദ്യഘട്ട കരാറിന്റെ വ്യവസ്ഥയായിരുന്നു. ആ അതിർത്തി തുറന്നിട്ടില്ല. അതുമാത്രമല്ല, സങ്കീർണമായിട്ടുള്ള ജീവൽ പ്രതിസന്ധിയിലൂടെ, ഭക്ഷ്യക്ഷാമം ഉൾപ്പെടെയുള്ള കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഗസയിലെ ജനത ഇപ്പോൾ പോലും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തതയും പരിഹാരവും കൃത്യമായി തന്നെ വേണം. അതിന് കൃത്യമായിട്ടുള്ള ചില സംവിധാനങ്ങളും നടപ്പാക്കാനുള്ള മാനദണ്ഡങ്ങളും വേണം എന്ന ഒരു നിർദ്ദേശം കൂടി മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാർക്കോ റൂബിയോയുമായിട്ട് നടക്കാൻ പോകുന്ന ഈ ചർച്ച, ഖത്തർ പ്രധാനമന്ത്രി തന്നെ ഈ ചർച്ചയുടെ കൃത്യമായിട്ടുള്ള രൂപരേഖ എന്തായിരിക്കുമെന്ന് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ നേതൃത്വവുമായിട്ടുള്ള പ്രാഥമിക ഘട്ട ചർച്ച ഖത്തർ പ്രധാനമന്ത്രി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ സങ്കീർണതകളില്ലാതെ തന്നെ അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ആശയവിനിമയമായിരിക്കും ഇപ്പോൾ ഇന്ന് രാത്രി നടക്കാൻ പോകുന്നത്. തുടർന്നായിരിക്കും ഹമാസുമായിട്ടുള്ള അനൗപചാരിക ചർച്ചയും അതോടൊപ്പം തന്നെ ഔപചാരിക ചർച്ചയും നടക്കാൻ പോകുന്നത്. എന്തായാലും അടുത്ത മാസത്തോടു കൂടി ഈ വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കണം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോകണം എന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന മാധ്യമ റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ 28 ബന്ദികളിൽ
27 പേരുടെ മൃതദേഹം ഇതിനകം തന്നെ ഹമാസ് കൈമാറിയിട്ടുണ്ട്. ഇനി ഒരു മൃതദേഹമാണ് കണ്ടെത്താനുള്ളത്. അതിനുള്ള തെരച്ചിൽ നടക്കുന്ന വിവരം മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസ് അറിയിച്ചിട്ടുണ്ട്. ആ മൃതദേഹം കൂടി കൈമാറുകയാണെങ്കിൽ ഹമാസ് തങ്ങളുടെ വ്യവസ്ഥ പൂർണ്ണമായിട്ട് പാലിച്ചു എന്ന് അവർക്ക് അവകാശപ്പെടാം. എന്തായാലും ആ മൃതദേഹ കൈമാറ്റം കൂടി നടന്നു ഇസ്രായേലിന്റെ കരാർ ലംഘനങ്ങൾ അത് അവതാളത്തിലാക്കിയത് ട്രംപ് തന്നെ മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയാണല്ലോ. അപ്പോൾ ഇതിനെ തടയിടാൻ അമേരിക്കയുടെ ഭാഗത്ത് തന്നെ ഒരു ശക്തമായ ഇടപെടൽ, ഒരു നിർദ്ദേശം അത് ഈ ചർച്ചയ്ക്ക് പിന്നാലെ ഉണ്ടാകാനിടയുണ്ടോ? ദിവ്യ, അത് ഉണ്ടാകണമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നലെ തന്നെ ഖത്തറിലെ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്ന പ്രതികരണത്തിലും അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇത് ട്രംപ് മുന്നോട്ട് വെച്ച നീണ്ട ചർച്ചകളിലൂടെ രൂപപ്പെടുത്തിയ ഒരു കരാറാണ്. 20 ദിന പദ്ധതിയിൽ ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെ ഗസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ അതിലേക്ക് കടക്കണമെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടേണ്ടതുണ്ട്. ഒക്ടോബർ 10 മുതലാണ് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. 2 മാസത്തിലേറെ നീണ്ട ഈ കരാർ നിരന്തരമായിട്ട് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് മധ്യസ്ഥ രാജ്യങ്ങൾ എന്നതിലേക്ക് തങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. കാരണം ഹമാസിന്റെ വിശ്വാസത്തിലെടുക്കാൻ അല്ലെങ്കിൽ പലസ്തീൻ ജനതയെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മധ്യസ്ഥ രാജ്യങ്ങൾ എന്നതിലേക്ക് തങ്ങൾക്ക് തങ്ങളുടെ റോൾ നിർവഹിക്കണമെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കുറെ കൂടി പ്രായോഗികമായിട്ടുള്ള മൂർത്തമായിട്ടുള്ള നീക്കങ്ങൾ, നടപടികൾ ഉണ്ടാകണം എന്ന ഒരു സന്ദേശമാണ് ഈ മധ്യസ്ഥ രാജ്യങ്ങൾ, ഖത്തർ ഉൾപ്പെടെയുള്ള 3 മധ്യസ്ഥ രാജ്യങ്ങളും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക അക്കാര്യത്തിലൊരു ഉറപ്പ് നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിനെ അതിനെ പ്രേരിപ്പിക്കാൻ, ഇസ്രായേലിനെ കൊണ്ട് അത് അംഗീകരിപ്പിക്കാൻ അമേരിക്ക അത്ര ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തുമോ, അതിനെ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനോട് ഇസ്രായേൽ അനുകൂലിക്കുമോ, പൂർണ്ണമായിട്ടും ഗസയിലെ ഹമാസിനെ നിരായുധീകരിക്കാതെ ഒരു ചർച്ചയ്ക്ക് തങ്ങളില്ല എന്ന അർത്ഥത്തിൽ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ പ്രഖ്യാപനങ്ങൾ നടത്തുന്നൊരു ഘട്ടത്തിൽ എത്ര കണ്ട് ഇസ്രായേൽ നേതൃത്വം ഇതിന് തയ്യാറാകും എന്നതുൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള കടമ്പകൾ അവിടെ ബാക്കിയുണ്ട്. എന്തായാലും ഈ മിയാമി ചർച്ച എന്നത് ഈ വെടിനിർത്തലിന്റെ 2ാം ഘട്ടവുമായി ബന്ധപ്പെട്ട നിർണായകമായിരിക്കും. ഏതാണ്ട് അനുകൂലമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ മിയാമി ചർച്ചയിൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ പങ്കുവെക്കുന്നത്. ദിവ്യ, വളരെ നിർണായകമായ ചർച്ച തന്നെയാണ് അമേരിക്കയിൽ മിയാമിയിൽ നടക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങളുമായി തന്നെയാണ് അമേരിക്കയുടെ ചർച്ച നടക്കുക. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കിടക്കുകയാണ്. കനത്ത മഴയിൽ വെള്ളക്കെട്ടിലായ UAE നഗരങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴയിൽ ദുബായ് ഉൾപ്പെടെ UAE നഗരങ്ങൾ വെള്ളത്തിലായിരുന്നു. നിരവധി വിമാനങ്ങളാണ് മഴയെ തുടർന്ന് റദ്ദാക്കിയത്. ഷിനോജ് ഷംസുദ്ദീൻ ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഷിനോജ്, അതിശക്തമായ മഴ തന്നെയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ അവിടെയുള്ളവർ നേരിടേണ്ടി വന്നത്. മഴ ഇപ്പോൾ കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ടോ? വെള്ളക്കെട്ടുണ്ടായ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയോ? ദിവ്യ, ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ ശക്തമായ മഴയാണ് UAEയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായത്. ദുബായ് നഗരം മുതൽ റാസൽ ഹൈമ വരെയുള്ള മിക്ക എമിറേറ്റുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പ്രധാന റോഡുകൾ വരെ വെള്ളത്തിലായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് മഴ നിന്നിട്ടുണ്ട്. പക്ഷേ ശക്തമായ തണുപ്പാണ് പലയിടത്തും അനുഭവപ്പെടുന്നത്. കിഴക്കൻ മേഖലയിലാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ മഴയുണ്ടായിരുന്നത്. അവിടെയും മഴ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാന റോഡുകളിലെല്ലാം ഗതാഗതം തിരിച്ചു വന്നിരിക്കുന്നു. എല്ലാം പഴയ പോലെ തന്നെ ആയിട്ടുണ്ട് എന്നാണ് ദുബൈയിലും മറ്റും ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. ഷാർജയിലും പ്രധാന റോഡുകൾ പഴയ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഉൾറോഡുകൾ പലതിലും ഇപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഉൾറോഡുകളിൽ ഗതാഗതം ബുദ്ധിമുട്ടിലാണ്. വെള്ളം കെട്ടിക്കുന്നതുകൊണ്ട് തന്നെ പല റൗണ്ട് അബൌട്ടുകളും വെള്ളത്തിനടിയിലാണ് എന്നാണ് അവിടെയുള്ള നഗരവാസികളും അതേപോലെ പ്രദേശവാസികളും പറയുന്നത്. വിമാന സർവീസിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. എമിറേറ്റ്സ് തന്നെ 20 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ഈ യാത്രക്കാർക്കെല്ലാം അടുത്ത ദിവസങ്ങളിൽ മറ്റ് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പല ഇടങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ കാറ്റിലും മഴയിലും ഉണ്ടായിട്ടുണ്ട്. അത് ഇനി നഗരം പ്രദേശങ്ങളിൽ എല്ലാം ഇത് പുനർനിർമ്മിക്കുന്ന നടപടികൾ ഉടൻ ആരംഭിക്കും എന്നറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ഗ്ലോബൽ വില്ലേജ് അടച്ചിരുന്നു. ഗ്ലോബൽ വില്ലേജ് ഇന്ന് പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട്. ദിവ്യ, ശരി, ഷിനോജ് ഷംസുദ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും UAEയിലെ ജനങ്ങളുടെ ജീവിതം സാധാരണ നിലയിലേക്ക് മാറുകയാണ്. അതിശക്തമായ മഴ കുറഞ്ഞിട്ടുണ്ട്. വെള്ളക്കെട്ടുണ്ടായിരുന്നിടങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ്
സൗദിയുടെ ഹായിൽ തബൂക്ക് വടക്കൻ അതിർത്തി പ്രവിശ്യകളിൽ ശക്തമായ മഞ്ഞുവീഴ്ച. വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്ര നേരത്തെ വൻതോതിൽ മഞ്ഞു പൊഴിയുന്നത്. ഇതോടെ സൗദിയുടെ വിവിധ ഭാഗങ്ങൾ കാഠിന്യമേറിയ തണുപ്പിലേക്ക് പ്രവേശിച്ചു. ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായുള്ള കാഴ്ചയാണ്. പെയ്യുന്നത് സൗദിയിലെ ഹായിൽ പ്രവിശ്യയിലെ മരുഭൂപ്രദേശങ്ങളിൽ. സൗദിയിലുള്ള ലോകത്തെ ഏറ്റവും വലിയ മരുഭൂമികളിൽ ഒന്നായ നുഫൂദിലും മഞ്ഞു പെയ്തു. ഏറെക്കാലത്തിന് ശേഷമാണ് ഇത്ര നേരത്തെ ഹായിലിൽ ശക്തിയായി മഞ്ഞു പെയ്യുന്നത്. അത് സൗദികളും ആഘോഷമാക്കുകയാണ്. രാജ്യത്തുടനീളം തണുപ്പിനും കാഠിന്യമേറി. വടക്കൻ അതിർത്തി പ്രവിശ്യയിലെ തുറൈഫ്, തബൂക്കിലെ അല്ലൌസ് മേഖലകളിലും മഞ്ഞുവീഴ്ച വരും ആഴ്ചകളിലും തുടർന്നേക്കും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ബഹ്റൈൻ ഇനി കൂടുതൽ തണുപ്പിലേക്ക്. രാജ്യത്ത് ശൈത്യകാലം ഡിസംബർ 21 ആരംഭിക്കും. മഴ തുടങ്ങിയതോടെ ഇന്നലെ മുതൽ രാജ്യത്ത് കാറ്റും തണുപ്പും ശക്തമായി അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ബഹ്റൈനിൽ ഈ വർഷത്തെ ശൈത്യകാലത്തിന് ഡിസംബർ 21 ഞായറാഴ്ചയോടെ തുടക്കമാകുമെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ അറിയിച്ചു. ഇസ്ലാമിക കലണ്ടർ അനുസരിച്ച് റജബ് മാസം തുടങ്ങുന്ന അതേ ദിവസമായിരിക്കും ഔദ്യോഗികമായി ബഹ്റൈനിൽ ഇത്തവണ ശൈത്യകാലവും ആരംഭിക്കുക. ഇസ്ലാം മതവിശ്വാസികൾ വ്രതമനുഷ്ഠിക്കുന്ന പുണ്യമാസമായ റമദാൻ പൂർണ്ണമായും ശൈത്യകാലത്തിലായിരിക്കും. ശേഷം മാർച്ച് അവസാനത്തോടെ ശവ്വാൽ ആരംഭിക്കുകയും രാജ്യത്ത് ശൈത്യകാലം അവസാനിക്കുകയും വസന്തത്തിന് തുടക്കമാവുകയും ചെയ്യും. കണക്കുകൾ പ്രകാരം ഡിസംബർ 21 ബഹ്റൈൻ സമയം വൈകുന്നേരം 6:03 ശൈത്യകാലം തുടങ്ങുക. ഈ വർഷത്തെ ഏറ്റവും സമയം കുറഞ്ഞ പകലും ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയുമായിരിക്കും അന്ന് അനുഭവപ്പെടുക. എന്നാൽ ഔദ്യോഗിക ശരത്കാലത്തിലേക്ക് കടക്കും മുമ്പ് തന്നെ രാജ്യത്തെ കാലാവസ്ഥ തണുപ്പിലേക്ക് വഴിമാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന മഴയുടെ കൂടി പശ്ചാത്തലത്തിലാണ് തണുപ്പ് പെട്ടെന്നെത്തിയത്. നേരത്തെ 3 മാസം നീണ്ടുനിന്ന കടുത്ത വേനൽ സെപ്റ്റംബർ 22 രാജ്യത്ത് അവസാനിച്ചത്. അതിനുശേഷം ശരത്കാലത്തിലേക്ക് കടന്നെങ്കിലും കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റം സംഭവിക്കുന്നത് ഈ മാസം അവസാനത്തോടെയാണ്. മീഡിയ 1, ബഹ്റൈൻ. സൗദിയിൽ നിക്ഷേപ ലൈസൻസ് നേടുന്ന വിദേശികളുടെ എണ്ണത്തിൽ 5 വർഷത്തിനിടെ 20 ഇരട്ടി വർധന. നിലവിൽ 7000-ഓളം വിദേശ നിക്ഷേപ ലൈസൻസുകളാണ് ഓരോ 3 മാസവും അനുവദിക്കുന്നത്. ബിനാമി വിരുദ്ധ നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ളതാണ് ഈ കണക്ക്. ഈ വർഷത്തെ 3-ാം പാദത്തിൽ സൗദി അറേബ്യയിൽ നൽകിയ മൊത്തം നിക്ഷേപ ലൈസൻസുകളുടെ എണ്ണം 6986 83.4% വർധനമാണ് ഉണ്ടായത്. വിദേശ നിക്ഷേപങ്ങളുടെ കാര്യത്തിലും 4 ഇരട്ടി വർധനവുണ്ടായി. 24.2% വളർച്ചയോടെ 119 ബില്യൺ സൗദി റിയാലിലെത്തി. 3 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന വളർച്ചയാണ് ഉണ്ടായത്. ആകെ നൽകിയ ലൈസൻസുകളുടെ 37% നിർമ്മാണ മേഖലയിൽ നിന്നാണ്. 2583 ലൈസൻസുകൾ ഈ മേഖലയ്ക്ക് മാത്രമായി നൽകി. മൊത്ത ചില്ലറ വ്യാപാര മേഖലയിലാണ് ലൈസൻസുകളിൽ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് കൈവരിച്ചത്. വാർഷിക വളർച്ചാ നിരക്ക് 234%. ആരോഗ്യം, വിദ്യാഭ്യാസം, താമസം, ഭക്ഷ്യസേവന മേഖലകൾ എന്നിവയിലും 100% വളർച്ച കൈവരിച്ചു. വാണിജ്യ മേഖലയിലെ നിയമലംഘകർക്കെതിരെയും പദവി തിരുത്തുന്നതിനുമായി നടത്തിയ ക്യാമ്പയിന്റെ വിജയമാണ് ഉയർന്ന വളർച്ചാ നിരക്ക്. മീഡിയ 1, ജിദ്ദ. കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ പരമിത ത്രിപാഠി ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ജറാദ് ജാബർ അൽ അഹമ്മദ് അസബാഹുമായി കൂടിക്കാഴ്ച നടത്തി. നയതന്ത്ര സാമ്പത്തിക മേഖലകളിലെ സഹകരണം കൂടുതൽ വികസിപ്പിക്കുന്നതിൽ ചർച്ചകൾ നടന്നു. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പൽ സാർത്ഥക് കുവൈറ്റിലേക്ക് നടത്തിയ സൗഹൃദ സന്ദർശനം ഇന്ത്യ കുവൈറ്റ് ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിയതായാണ് വിലയിരുത്തൽ. ബഹ്റൈൻ ദേശീയ ദിനാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യം രക്തസാക്ഷി ദിനം ആചരിച്ചു. ബഹ്റൈന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും വേണ്ടി ജീവത്യാഗം ചെയ്ത ധീര സൈനികരുടെ ഓർമ്മ പുതുക്കുന്നതായിരുന്നു ചടങ്ങ്. സൈനികവും മാനുഷികവുമായ ദൗത്യങ്ങൾക്കിടയിൽ ബഹ്റൈനു വേണ്ടി ജീവൻ വെടിഞ്ഞ മനുഷ്യരുടെ ത്യാഗം വരും തലമുറകൾക്ക് എന്നും പ്രചോദനമാണെന്ന് ഹമദ് രാജാവ് ഓർമ്മിപ്പിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും വേണ്ടി ജീവത്യാഗം ചെയ്ത ധീര സൈനികരുടെ ഓർമ്മ പുതുക്കുന്ന രക്തസാക്ഷി ദിനത്തിലായിരുന്നു രാജാവിന്റെ സന്ദേശം. രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി സാക്കിർ പാലസിൽ ഹമദ് രാജാവിന്റെ നേതൃത്വത്തിൽ ഔദ്യോഗിക ചടങ്ങുകൾ നടന്നു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും മറ്റുന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ്, ആഭ്യന്തര മന്ത്രാലയം,
നാഷണൽ ഗാർഡ്, നാഷണൽ ഇന്റലിജൻസ് ഏജൻസി തുടങ്ങി എല്ലാ സുരക്ഷാ വിഭാഗങ്ങളിലും സേവനമനുഷ്ഠിക്കവേ വീരമൃത്യു വരിച്ചവരെ ആദരിക്കുന്നതായി ഹമദ് രാജാവ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. രക്തസാക്ഷികൾക്കായി 1 മിനിറ്റ് മൗനം ആചരിക്കുകയും ആദരസൂചകമായി പീരങ്കി വെടി മുഴക്കുകയും ചെയ്തു. ശേഷം റോയൽ ബഹ്റൈൻ എയർഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് ഫ്ലൈ പാസ്റ്റ് നടത്തി ആദരമർപ്പിച്ചു. പ്രഭാഷകൻ ഷെയ്ഖ് അദ്നാൻ അൽ ഖത്താൻ രക്തസാക്ഷികൾക്കായി പ്രത്യേക പ്രാർത്ഥന നടത്തി. മീഡിയ 1 ബഹ്റൈൻ. ഫുട്ബോൾ ആരാധകർ കാത്തിരുന്ന ഈ വർഷത്തെ ഫൈനലിസിമ പോരാട്ടത്തിന് ഖത്തർ വേദിയാകും. യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും കോപ്പ അമേരിക്ക ജേതാക്കളായ അർജന്റീനയും തമ്മിലാണ് മത്സരം. മാർച്ച് 27-ന് ലുസൈൽ സ്റ്റേഡിയത്തിലാണ് കളി. 2022 ലോകകപ്പ് വിജയശേഷമാണ് അർജന്റീന ലുസൈൽ സ്റ്റേഡിയത്തിൽ മടങ്ങിയെത്തുന്നത്. ഖത്തർ ലോക്കൽ ഫുട്ബോൾ ഓർഗനൈസിംഗ് കമ്മിറ്റിയാണ് മത്സരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അർജന്റീന നായകൻ ലയണൽ മെസ്സിയും സ്പാനിഷ് സെൻസേഷൻ ലാമിൻ യമാലും ആദ്യമായി നേർക്കുനേർ വരുന്ന മത്സരമാകും ഫൈനലിസിമ. രണ്ടാം സൂപ്പർ ലീഗ് കേരള കിരീടം കണ്ണൂർ വാരിയേഴ്സിന്. തൃശൂർ മാജിക് FC എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. അസിർ ഗോമസ് ആണ് കണ്ണൂരിന്റെ വിജയ ഗോൾ നേടിയത്. പെനാൽറ്റിയിലൂടെയാണ് വിജയ ഗോൾ പിറന്നത്. മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകും. മഹേഷ, ആവേശകരമായ മത്സരമായിരുന്നു ഇന്നത്തേത്. കണ്ണൂരിന്റെ ആരാധകരും വലിയ സന്തോഷത്തിലാണോ? സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂര് മുത്തമിടുകയാണ്. കണ്ണൂർ വാരിയേഴ്സ് ചാമ്പ്യന്മാർ. സിനാൻ നമുക്കൊപ്പം ചേരും. സിനാനെ ഒരു 1.5 പാസ്, അസിയർ ഗാമസിന്റെ ഒരു ഹെഡർ, പെനാൽറ്റി വരുന്നു, കപ്പെടുക്കുന്നു കണ്ണൂര്. വലിയ ഹാപ്പിയാണ്. എന്താ പറയാ, നമ്മുടെ കാണികൾക്കുള്ള ഒരു, നാട്ടുകാർക്കും കാണികൾക്കുള്ള ഒരു സമ്മാനമാണ് ഈ കപ്പ്. തീർച്ചയായും ഫൈനലിലായതുകൊണ്ട് ഭയങ്കര സന്തോഷം അവർക്ക് മുമ്പിൽ ജയിക്കാൻ കഴിഞ്ഞതിൽ. ഹാപ്പിയായി. തീർച്ചയായും ഹാപ്പിയാണ്. കപ്പ് ഇവിടുന്ന് വിട്ടുപോകില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഫൈനലാണിത്. നമ്മുടെ നാട്ടുകാർക്കുള്ള സമ്മാനം. വലിയൊരു ഗിഫ്റ്റ് തന്നെ അവർക്ക് കൊടുത്തു. കണ്ണൂരിന്റെ താരങ്ങൾ എബിൻ ഷിജിൻ പോകരുത്. നമ്മൾ തുടക്കം കണ്ടപ്പോ പറഞ്ഞത് ഞങ്ങള് കപ്പെടുക്കാൻ വന്നതാണ്. കപ്പെടുത്തിരിക്കുന്നു കണ്ണൂര്. വളരെ സന്തോഷമാണ്. നമ്മൾ തീരുമാനിച്ച് കപ്പെടുക്കുമെന്ന് അത് എടുത്തിട്ടുണ്ട്. പറഞ്ഞ വാക്ക് നമ്മൾ പാലിച്ചിട്ടുണ്ട്. പറഞ്ഞ വാക്ക് നമ്മൾ പാലിച്ചിട്ടുണ്ട്. ആ താരം ആരാണ്? അത് विकास. ओके विकास भाई ये मैच आपने जीता है, कैसा है? आई एम वेरी हैप्पी, आई एम वेरी हैप्पी. ये आपको इंजरी हो गया पिछले मैच में, लेकिन आज कन्नूर विक्ट्री जीत लिया है. मेरे लिए बेस्ट गिफ्ट है. मेरे लिए ये फाइनल से पहले मैं इंजरी हुआ, प्रैक्टिस मेरे लिए बेस्ट गिफ्ट है. लाइफ का मेरा बेस्ट गिफ्ट है. नाउ ड्रीम्स कम ट्रू. आई एम वेरी हैप्पी. आप थोड़ा इमोशन हो रहे हैं अभी, बिकॉज माई टीम वर्क अ लॉट. अभी आपने चैंपियन है. अभी आपकी टीम चैंपियन है. आई एम वेरी हैप्पी फॉर देम. लाइक ഓക്കെ വികാസ് ഭായ്, താങ്ക് യു. വികാസ് കഴിഞ്ഞ മത്സരത്തിൽ വികാസ് ഒരു അപകടം, ഒരു പരിക്ക് പറ്റി. നോക്കൂ, കണ്ണൂരിന്റെ പരിശീലകൻ. Yes, coach. Yeah, how is the match? Congratulations, first of all. Congratulations. And how is the... thank you very much. So happy, very proud. My team, my players, these supporters, incredible. This is your strength. Oh, These people, this crowd is your strength now. this is one of the most important part of the club. Incredible our fans. Thank you, coach. Okay, കണ്ണൂരിന്റെ വിജയാഘോഷം ഒരു വശത്ത് തുടരുകയാണ്. വികാസിനെ ചേർത്ത് പിടിച്ചുകൊണ്ട്. Yes, hi. How is the match? Congratulations, first of all. Thank you. How is the match? Oh, it was emotional. Especially from outside, a lot of nervous, but yes, very happy for the victory. Look at here. Yeah, this amazing. is your strength here. Yeah, it's amazing. I live a lot of things in football, but see this crowd is something amazing. Yes, Nidal. How are you, bro? Yeah, fine. And now you are the champion. Yes, bro. Last year's final, this year's final. You want final? Call me Nidal. I want final. Can send me location. You win, bro. Last year's no win. This year's win. Alhamdulillah. I am very happy. Look, thank you for full people here, for Red Marines, for my family, for staff, for manager. Let's go, bro. Okay, Asif.
എത്രമാത്രം സന്തോഷം നൽകുന്നതാണ് ഇത്? ഈ കാണുന്നില്ലേ, ഈ കാണുന്നതാണ് സന്തോഷം. ഈ എനർജിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇത്രയും ദിവസം ഈ കഴിഞ്ഞ 10-36 മാച്ചായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഹിസ്റ്റോറിക് വിന്നാണ്. 10 ആളുമായിട്ട് നമ്മൾ 11 പേര് അവരുമായിട്ട് നമ്മൾ കളിച്ചു. ആധിപത്യം മൊത്തം നമ്മുടെ കയ്യിലായത്. കളിയുടെ ആധിപത്യം നമ്മൾ ജയിച്ചു. ജയിക്കേണ്ടുന്ന കളിയാണ്. വി ഡിസർവ് ദിസ് വിൻ. വലിയ ത്രില്ലിലാണ് കണ്ണൂർ വാരിയേഴ്സ് ഉള്ളത്. വലിയ ആഘോഷം ഇളകി മറയുകയാണ്. അവരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ ഒരു വശത്ത് നടക്കുകയാണ്. എന്നാലും ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. കണ്ണൂരിന് ഇന്ന് ഉറങ്ങാൻ പറ്റാത്ത രാത്രിയാണ്. കണ്ണൂരിന് ഇന്ന് ഉറങ്ങാനേ പറ്റില്ല. കാരണം അത്ര കൊതിച്ച ഒരു കപ്പാണ് കണ്ണൂർ വാരിയേഴ്സ് നേടിയത്. കണ്ണൂരിന്റെ ടീം വർക്കിന്റെ ജയമാണ് ഇത്. കണ്ണൂർ സ്ക്വാഡിന്റെ വിജയമാണ്. സൂപ്പർ ലീഗ് കേരളയിൽ പുതിയ ചാമ്പ്യന്മാർ കണ്ണൂർ വാരിയേഴ്സ്. മറ്റു വാർത്തയിലേക്ക്. ഇന്ത്യയും ഒമാനും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശനത്തിനിടെയാണ് കരാർ ഒപ്പുവെച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെയും സാന്നിധ്യത്തിൽ ഒമാൻ വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫ്, കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ എന്നിവരാണ് കരാറിൽ ഒപ്പുവെച്ചത്. എന്തൊക്കെയാണ് കരാറിലെ വ്യവസ്ഥകൾ? ഇന്ത്യക്കും ഒമാനും ഇത് എങ്ങനെയാണ് ഗുണം ചെയ്യുക എന്ന് നോക്കാം. നജ്മ മജീദ് ഉണ്ട്. നജ്മ, കരാറിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ഇത് ഇന്ത്യയെ സംബന്ധിച്ചും ഒമാനെ സംബന്ധിച്ചും എത്ര വലിയ ഗുണം ചെയ്യാൻ പോകുന്നതാണ്? ഒമാനും ഇന്ത്യയും തമ്മിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് വാർത്ത. എന്തെല്ലാമാണ് ഇരു രാജ്യങ്ങൾക്കും ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ, ഗുണങ്ങൾ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതാണ്. വിശദമായി തന്നെ നോക്കാം. ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ. ഇരു രാജ്യങ്ങൾ, അതിൽ നമ്മുടെ രാജ്യമുണ്ട്, ഇന്ത്യയുണ്ട്. സ്വാഭാവികമായും നമുക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ടാകും. നോക്കാം. അതിൻ്റെ പ്രത്യേകതകളായി പറയുന്നത് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ സ്വതന്ത്ര വ്യാപാരം ലളിതമാക്കും എന്നുള്ളത് തന്നെയാണ്. സാധാരണ ഒരു വ്യാപാരം, ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിന് വലിയ നടപടികളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത്തരം നടപടിക്രമങ്ങളെ കുറെ കൂടെ ലളിതമാക്കുക എന്നുള്ളത് കൊണ്ടാണ് സ്വതന്ത്ര വ്യാപാര കരാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ആദ്യം. സ്വതന്ത്ര വ്യാപാരം കുറെ കൂടെ ലളിതമാകുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി, നികുതിയില്ല, വ്യാപാര മേഖലയിലെ മതിലുകളില്ല, വിലക്കുറവ്. അതുതന്നെയാണ് ആകർഷണീയമായ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. നികുതി ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, വ്യാപാര മേഖലയിലെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല, മതിലുകളില്ല, വിലക്കുറവും ഒരു പ്രധാന കാരണം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു നേട്ടം തന്നെയാണ്. മൂന്നാമതായി, ഇന്ത്യയിലേക്കുള്ള 97.4% ഒമാനി ഉൽപ്പന്നങ്ങൾക്കും കസ്റ്റംസ് തീരുവ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യും. തീരുവ കുറയ്ക്കുന്നു എന്ന് മാത്രമല്ല, പലപ്പോഴും അത് ഒഴിവാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകാം. അപ്പോൾ അതും വലിയൊരു നേട്ടമായിട്ട് കാണാം. മറ്റൊന്ന്, വളം, ഇരുമ്പ്, ഊർജം, പെട്രോ കെമിക്കൽസ് എന്നിവയിൽ വ്യാവസായിക പങ്കാളിത്തം വികസിപ്പിക്കും. അത് മറ്റു രാജ്യങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ തന്നെ പങ്കാളിത്തം വികസിപ്പിക്കുന്നു എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു നേട്ടമാണ്. മറ്റൊന്ന്, പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് സേവനം നൽകുന്നതിന് നിയമങ്ങൾ സുഗമമാക്കും എന്നുള്ളതാണ്. അത് ഇരു രാജ്യങ്ങളുടെയും, ഇന്ത്യയുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കാകട്ടെ, ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കാവട്ടെ, അതിനൊരു പ്രത്യേക പരിഗണന നൽകുന്നു. അതിൻ്റെ സേവനം നൽകുന്നതിനായിട്ട് നിയമങ്ങൾ കുറെ കൂടെ സുഗമമാക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒമാനിലേക്കുള്ള 78% ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെയും താരിഫ് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്ന വലിയ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ എല്ലാം കുറയുന്നു, കുറെ കൂടി എളുപ്പമാകുന്നു കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് ഈ വ്യാപാര കരാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, തുണി, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽ ഉൾപ്പെടെ 98% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും നികുതി ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇന്ത്യക്കാരനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അത് നികുതി കൂടെ ഒഴിവാക്കിയാണ് നമ്മൾ ഒമാനിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, കയറ്റുമതിക്കാർക്കുള്ള ചിലവ് കുറയുന്നു. അടുത്തതായി, കസ്റ്റംസ് ക്ലിയറൻസ് വേഗത്തിലാക്കും. ഇതിന് കയറ്റുമതിക്ക് മുൻപുള്ള എല്ലാ നടപടിക്രമങ്ങളും കുറെ കൂടെ വേഗത്തിലാകുന്നു എന്നുള്ളതാണ്. അടുത്തതായി, GCC മിഡിൽ ഈസ്റ്റേൺ വിപണികളുമായുള്ള ഇന്ത്യയുടെ ബന്ധം കുറെ കൂടെ വർദ്ധിക്കുന്നു എന്നുള്ളതും കൂടി ഈ കരാർ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അടുത്തതായി, ഒമാൻ്റെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ ആഗോള വിപണികളിലേക്ക് വ്യാപിപ്പിക്കാനും ഇത് സഹായകമാകും. നമ്മുടെ ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഒമാനെ സംബന്ധിച്ച് അവരുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങളും ആഗോള വിപണികളിലേക്ക് എത്താനുള്ള ഒരു മാർഗം കൂടിയായിട്ടാണ് വ്യാപാര കരാറിനെ ഒമാൻ കാണുന്നത്.
ഇത്രയുമാണ് സ്വതന്ത്ര വ്യാപാര കരാർ കൊണ്ട് ഇരു രാജ്യങ്ങളും ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കാര്യങ്ങൾ കുറെ കൂടെ എളുപ്പമാകുന്നു. നമ്മുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിലേക്ക് എത്തുന്നു, വാങ്ങാൻ ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ. അത് തന്നെയാണ്. എന്തായാലും ഈ ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ വിശദാംശങ്ങൾ, അത് ഇന്ത്യക്കും ഒമാനും അതുപോലെ തന്നെ എത്രത്തോളം നേട്ടമുണ്ടാക്കും, വാണിജ്യപരമായി എന്തൊക്കെ മെച്ചങ്ങൾ ഉണ്ടാകും എന്നത് വിശദീകരിക്കുകയായിരുന്നു. വാർത്തയിലേക്ക്. കുവൈറ്റിലെ ബാങ്കിംഗ് മേഖലയിൽ ഈ വർഷം ശക്തമായ വളർച്ച രേഖപ്പെടുത്തി. സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പ്രാദേശിക ബാങ്കുകളുടെ ആസ്തി 10.5 ബില്യൺ ദിനാർ വർദ്ധിച്ച് 102.16 ബില്യൺ ദിനാറിലെത്തി. ബാങ്കുകളിലെ നിക്ഷേപങ്ങൾ നവംബർ അവസാനത്തോടെ 9.7% ഉയർന്ന് 59.06 ബില്യൺ ദിനാറായി. സ്വകാര്യ മേഖലയിലെ നിക്ഷേപങ്ങളിൽ ഉണ്ടായ വർധനയാണ് വളർച്ചയ്ക്ക് പ്രധാന കാരണം. വായ്പാ മേഖലയിൽ 6.22 ബില്യൺ ദിനാർ വർദ്ധിച്ചു. ഡിജിറ്റൽ ഇടപാടുകളിൽ വാംഡ് പേയ്മെന്റ് സംവിധാനവും ശക്തമായ വളർച്ച കാട്ടി. കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷ്അൽ അഹമ്മദ് അൽ ജാബർ സബാഹിന്റെ സ്ഥാനാരോഹണത്തിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് ലോകരാജ്യങ്ങളിൽ നിന്നുള്ള അഭിനന്ദന പ്രവാഹം. കുവൈറ്റിലെ വിവിധ രാജ്യങ്ങളുടെ അംബാസിഡർമാർ അമീറിന്റെ നേതൃത്വത്തെ പ്രശംസിച്ചു. രാഷ്ട്രീയ സ്ഥിരതയും സമതുലിതമായ നയതന്ത്ര സമീപനവും കുവൈത്തിന്റെ അന്തർദേശീയ സ്ഥാനം ശക്തിപ്പെടുത്തിയതായി അംബാസഡർമാർ വിലയിരുത്തി. ഗൾഫ് സഹകരണം ശക്തിപ്പെടുത്തുന്നതിലും പ്രാദേശിക സമാധാനം ഉറപ്പാക്കുന്നതിലും അമീറിന്റെ നേതൃത്വത്തിന് നിർണായക പങ്കുണ്ടെന്നും അവർ വ്യക്തമാക്കി. മാനുഷിക സഹായങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലുമുള്ള കുവൈത്തിന്റെ സജീവ ഇടപെടലുകൾ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയമാണെന്ന് അഭിപ്രായപ്പെട്ടു. ഫലസ്തീൻ വിഷയത്തിൽ കുവൈത്തിന്റെ അചഞ്ചലമായ നിലപാടിനും അമീറിന്റെ വ്യക്തമായ പിന്തുണയ്ക്കും പ്രത്യേക പ്രശംസ ഉയർന്നു. സമതുലിത വിദേശ നയത്തിലൂടെ കുവൈത്ത് ആഗോള വേദിയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കിയതായും അംബാസഡർമാർ ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ ആഭ്യന്തര സ്ഥിരതയും വികസനവും തുടരുമെന്ന പ്രത്യാശയും പങ്കുവച്ചു. അമീറിന്റെ തുടർച്ചയായ ആരോഗ്യത്തിനും ക്ഷേമത്തിനും കുവൈത്ത് ജനതയുടെ സമൃദ്ധിക്കും ആശംസകളുമായാണ് സന്ദേശങ്ങൾ അവസാനിച്ചത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ വൈദ്യുതി മുടക്കത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട റെഗുലേറ്ററി അതോറിറ്റി ഇന്നലെയാണ് ജുബൈൽ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി മുടങ്ങിയത്. സംഭവത്തിൽ മുഴുവൻ ഉപഭോക്താക്കൾക്കും അപേക്ഷ നൽകാതെ തന്നെ നഷ്ടപരിഹാരം നൽകും. കിഴക്കൻ പ്രവിശ്യയിലെ ചില ഭാഗങ്ങളിൽ ഇന്നലെ വൈദ്യുതി തടസ്സപ്പെട്ടിരുന്നു. ഇതിലാണ് സമഗ്ര അന്വേഷണത്തിന് ഉത്തരവ്. ഇന്നലെ ഉച്ചയ്ക്ക് 2:09 ആരംഭിച്ച തടസ്സം വൈകുന്നേരം 5:49 പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു. മഴ കാരണമാണ് വൈദ്യുതി മുടക്കമുണ്ടായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വൈദ്യുതി തടസ്സത്തിന്റെ കാരണങ്ങൾ അടിയന്തരമായി കണ്ടെത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സൗദി ഇലക്ട്രിസിറ്റി കമ്പനിക്ക് അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിശോധനയിൽ സേവനത്തിന്റെ ഗുണനിലവാര മാനദണ്ഡങ്ങൾ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. വീഴ്ചകൾ കണ്ടെത്തുന്ന പക്ഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. സംഭവത്തിൽ അർഹരായ ഉപഭോക്താക്കൾക്ക് യാതൊരുവിധ അപേക്ഷയും നൽകാതെ തന്നെ നഷ്ടപരിഹാരവും നൽകും. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിൽ 1 ജിഗാവാട്ട് വരെ പ്രവർത്തനശേഷിയുള്ള നൂതന ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കാൻ ഒരുക്കം തുടങ്ങി സൗദി അറേബ്യ. ഇതിനു മുന്നോടിയായി സൗദി AI കമ്പനിയായ ഹ്യുമൈനൊപ്പം ടെലികോം ഭീമന്മാരായ STC സംയുക്ത സംരംഭം പ്രഖ്യാപിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയ സാധ്യതകൾ സൃഷ്ടിക്കാനായി രാജ്യത്തെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിൽ സൃഷ്ടിച്ച കമ്പനിയാണ് ഹ്യുമൈൻ. ഇതിനായി ഏതാനും വർഷത്തിനകം ആകെ 6 ലക്ഷം NVIDIA AI ചിപ്പുകൾ വാങ്ങാൻ സൗദി അറേബ്യ തീരുമാനിച്ചിരുന്നു. ഇതിനായുള്ള ജിഗാവാട്ട് ശേഷിയുള്ള ഡാറ്റാ സെന്റർ സ്ഥാപിക്കണം. സംരംഭം സ്ഥാപിക്കാനുള്ള ധാരണാപത്രത്തിലാണിപ്പോൾ ഹ്യുമൈനും STCയും ഒപ്പുവെച്ചത്. രാജ്യത്തെ ഡാറ്റാ സെന്റർ പദ്ധതികൾക്കായി ഇലോൺ മസ്കിന്റെ XAI, ബ്ലാക്ക് സ്റ്റോൺ പിന്തുണയുള്ള എയർട്രങ്ക് എന്നിവരും ഒപ്പുവെച്ചിട്ടുണ്ട്. 2034 ആകുമ്പോഴേക്കും ഏകദേശം 6 ജിഗാവാട്ട് ശേഷിയാണ് ലക്ഷ്യമിടുന്നത്. തുടക്കത്തിൽ 250 മെഗാവാട്ട് ശേഷി വരെ കൈവരിക്കാനാണ് നീക്കം. കമ്പ്യൂട്ടിംഗ് പവറിനായുള്ള വൻ ഡിമാൻഡ് മുതലെടുക്കാനായി സൗദി അറേബ്യയും AI രംഗത്ത് സാന്നിധ്യം സജീവമാക്കുകയാണ്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. വാർത്തയിലേക്ക്. ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സംഘടിപ്പിക്കുന്ന ഖിഫ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ ദോഹയിൽ പുരോഗമിക്കുകയാണ്. മലപ്പുറവും തൃശൂരും തമ്മിലാണ് കലാശപ്പോര്. വിവരങ്ങളുമായി ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് ചേരുന്നു. അബ്ബാസ്, എങ്ങനെയാണ് ഫൈനൽ മത്സരം പുരോഗമിച്ചു വരുന്നത്? ദിവ്യ, 1.5 മാസത്തിലേറെയായി പ്രവാസി കാൽപന്ത് പ്രേമികളെ ആവേശത്തിലാഴ്ത്തി മുന്നോട്ട് പോകുന്ന കിഫ് സൂപ്പർ കപ്പിന്റെ
ഫൈനൽ പോരാട്ടത്തിലാണ്, കലാശക്കളിയിലാണ് ഉള്ളത്. അൽ ഹിലാലിലെ അൽ അഹ്ലി സ്റ്റേഡിയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ കാണുന്നത് പോലെ നിരവധി ആരാധകരുടെ ഒരു വലിയ നിര, മലപ്പുറത്തിൻ്റെയും തൃശ്ശൂരിൻ്റെയും വലിയ ആരാധക കൂട്ടമാണ് ഇന്ന് ഈ കളി കാണാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ആയിരക്കണക്കിന് ആരാധകർ ഇവിടുത്തെ അൽ അഹ്ലി സ്റ്റേഡിയത്തിൽ ഇരു ടീമുകളുടെയും കളി കാണാനായി ഇന്നത്തെ ഈ പോരാട്ടത്തിൽ ആരാണ് അന്തിമമായി കിരീടം ഉയർത്തുക എന്നുള്ളത് കാണാനായി ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുള്ളത്. നമ്മുടെ കൂടെ ഇപ്പോൾ ഈ രണ്ട് ടീമിൻ്റെയും ഓണർമാർ, അതുപോലെ കിഫിൻ്റെ പ്രസിഡന്റ് ഷറഫ് ദ ഫൈനൽ ഷോ ഡൗൺ ആണ് നടക്കുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും വളരെ ആവേശകരമായ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം FC അതുപോലെ തന്നെ QRI ഖത്തർ. ഗംഭീര മത്സരമാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ അൽ അഹ്ലി സ്റ്റേഡിയത്തിൽ ഇന്നത്തെ കളിക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ ഗ്രൗണ്ടിന്റെ മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് കളിയാണ്. ഇനി തൊട്ട് നാളെ തൊട്ട് ഇവർക്ക് ഇവിടുത്തെ ക്ലബ് ടൂർണമെന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. നമ്മൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കളിയാണ് ഇപ്പോൾ ഈ സീസണിൽ ഇവിടെ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഗാലറിക്ക് നിറഞ്ഞിരിക്കുകയാണ്. ഭയങ്കര ആവേശമാണ്. എനിക്ക് തോന്നുന്നത് കിഫിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ആവേശകരമായ ഒരു മത്സരം ഇവിടെ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, മത്സരം 25 മിനിറ്റ് പുരോഗമിക്കുന്ന സമയത്ത് രണ്ട് ടീമുകളും ഗോളൊന്നും അടിക്കാതെ സമനിലയിൽ നിൽക്കുകയാണ് നിലവിൽ. മലപ്പുറം FCയുടെ ഗ്രാൻഡ് മാൾ FCയുടെ ഓണർ നമ്മുടെ കൂടെ അഷഫ്, എങ്ങനെയുണ്ട് കളി? തീർച്ചയായിട്ടും കളി അടിക്കോ? ഇല്ല, വളരെ നിലവാരത്തിലാണ്. രണ്ട് ടീമും നന്നായിട്ട് കളിക്കുന്നുണ്ട്. കയറി ഇറങ്ങി രണ്ട് പോസ്റ്റിലേക്കും ഗോൾ കയറി ഇറങ്ങിയിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മലപ്പുറം നല്ല ഫോമിൽ തന്നെയാണ്. കപ്പെടുക്കണം തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അടിക്കുന്നു. അപ്പൊ തൃശ്ശൂർ FCയോട് അബ്ദുള്ളൊക്കെ കൂടി ഉണ്ട്. അത് ഞങ്ങളുടെ കാണികളെല്ലാവരും കൂടെ ഉണ്ട്. വളരെ എല്ലാവരും ഭയങ്കര ഹരത്തിലാണ്. കാരണം തൃശ്ശൂർ FC ഈ പ്രാവശ്യം QRI FC തൃശ്ശൂർ എടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. ഭയങ്കര തൃശ്ശൂർ ഗഡികൾ കൊണ്ടുപോകുമെന്ന് തൃശ്ശൂർ FCയുടെ ഓണറും അതുപോലെ മലപ്പുറം ഗ്രാൻഡ് മാൾ FCയുടെ ഓണർ അവരും കൊണ്ടുപോകുമെന്ന് പറയുന്നു. എന്നാൽ ഇതിലൊന്നുമില്ലാതെ കിഫിന്റെ ഓണറുണ്ട്. എങ്ങനെയുണ്ട് കളി? ഹിന്ദിയിലാ? ഹിന്ദിക്കാരാണ്. ഓക്കെ, ഹലോ. बहुत अच्छा मैच है. हम लोग बहुत लुत्फ उठा रहा है मैच का. बहुत अच्छा लग रहा है. हमारा टीम आज फाइनल मैच जीतेगा. हम अपनी टीम को पूरा दिल से सपोर्ट कर रहे हैं. തൃശ്ശൂരിന് വേണ്ടി കളി ഹിന്ദിക്കാരടക്കി ഇറക്കിയിട്ടുണ്ട് ഇവിടെ. എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ട്? അടിപൊളി. കപ്പെടുക്കും. ഈ ഭാഗത്ത് തൃശ്ശൂരിന്റെ ആരാധകരാണ് എങ്കിൽ ആരാണ്? മലപ്പുറംകാരനാണ്. അനീസ് പൂക്കാല് അറിയാണോ? പരിചയണ്ടാ? അവർക്കും ആരും ജയിക്കും? മലപ്പുറം ജയിക്കും, ഉറപ്പാണ്. മലപ്പുറം ജയിക്കും എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് ആരാധകർ. ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സംഘടിപ്പിക്കുന്ന ഖിഫ് സൂപ്പർ കപ്പിന്റെ ഫൈനലാണ് ദോഹയിൽ പുരോഗമിച്ചു വരുന്നത്. മുഹമ്മദ് അബ്ബാസ് ആണ് വിവരങ്ങൾ നൽകിയത്. വർക്ക്ഷോപ്പുകളിലെ വാഹനങ്ങൾ പൊതു ഇടത്തിൽ പാർക്ക് ചെയ്യരുതെന്ന കർശന നിർദ്ദേശവുമായി സൗദി അറേബ്യ. വർക്ക്ഷോപ്പുകളുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പുതിയ സർക്കുലറിലാണ് ഗതാഗത വകുപ്പിന്റെ മുന്നറിയിപ്പ്. വാഹന റിപ്പയർ വർക്ക്ഷോപ്പുകൾക്കാണ് പുതിയ നിയന്ത്രണങ്ങൾ. കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, സുരക്ഷാ നിലവാരങ്ങൾ വികസിപ്പിക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് നീക്കം. ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങൾ ഇപ്രകാരമാണ്. ബലദി പ്ലാറ്റ്ഫോമിലൂടെ മുനിസിപ്പൽ ലൈസൻസ് നേടിയിരിക്കണം. സാധുവായ കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അംഗീകരിച്ച സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും പ്രവർത്തനാനുമതി. ഫസാഡ് ഡിസൈൻ പാലിക്കണം. പ്രത്യേക പ്രവേശന കവാടങ്ങളും പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കണം. വാഹനങ്ങൾ പൊതു ഇടത്തിൽ പാർക്ക് ചെയ്യൽ അനുവദിക്കില്ല. മതിയായ ലൈറ്റിംഗ് സിസ്റ്റങ്ങൾ, സർവേലൻസ് ക്യാമറകൾ എന്നിവ ഉറപ്പാക്കണം. മാലിന്യങ്ങളും ഉപയോഗിച്ച എണ്ണകളും സുരക്ഷിതമായി കൈകാര്യം ചെയ്യണം. ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനങ്ങൾ ഒരുക്കണം തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ. പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം സ്ഥാപനങ്ങളെ 5ആയി വിഭജിച്ചിട്ടുമുണ്ട്. മെക്കാനിക്കൽ റിപ്പയർ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് റിപ്പയർ, ബോഡി വർക്ക് ആൻഡ് പെയിന്റിംഗ്, ടയർ ആൻഡ് ഓയിൽ സേവനങ്ങൾ, ബാറ്ററി പരിശോധന തുടങ്ങിയവയാണവ. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിലെ എല്ലാ മേഖലകളിലേക്കും ഏകീകൃത സുരക്ഷാ റിപ്പോർട്ടിംഗ് സംവിധാനമായ 911 വ്യാപിപ്പിക്കുന്നു. നിലവിൽ മക്ക, മദീന, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ മാത്രം ലഭ്യമായതാണ് ഈ സേവനം. വൈകാതെ തന്നെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഏകീകൃത നമ്പർ നടപ്പിലാക്കും.
റിയാദിൽ നടന്ന അബ്ഷിർ കോൺഫറൻസിൽ വെച്ച് പൊതുസുരക്ഷാ ഡയറക്ടർ ജനറൽ മുഹമ്മദ് അൽ ബസ്സാമിയാണ് ഏകീകൃത പോലീസ് നമ്പർ നടപ്പാക്കുമെന്നത് അറിയിച്ചത്. സുരക്ഷാ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി ഡ്രോൺ മാനേജ്മെന്റ് സിസ്റ്റവും വികസിപ്പിക്കുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുരക്ഷാരംഗം പൂർണ്ണമായും സ്മാർട്ടാക്കി മാറ്റാനാണ് പബ്ലിക് സെക്യൂരിറ്റിയുടെ ശ്രമം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷനുകൾ ജിദ്ദയിലും കിഴക്കൻ പ്രവിശ്യയിലും ഉടൻ യാഥാർത്ഥ്യമാകും. റിയാദിലെ സുലൈമാനിയയിൽ വിജയകരമായി നടപ്പിലാക്കിയ മാതൃകാ പോലീസ് സ്റ്റേഷന്റെ തുടർച്ചയായാണ് ഈ നീക്കം. കൂടാതെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കായി കോംപ്രഹെൻസീവ് ഫീൽഡ് എന്ന പേരിൽ പുതിയ ആപ്ലിക്കേഷനും ഉടൻ പുറത്തിറക്കും. മീഡിയ 1 റിയാദ്. ഗൾഫ് മാധ്യമം സൗദിയിലെ ദമാമിൽ സംഘടിപ്പിക്കുന്ന ഹാർമോണിയസ് കേരളയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഡിസംബർ 26-ന് ദമാം അൽ ഖോബാർ ഹൈവേയിലെ സ്പോർട്സ് സിറ്റിയാണ് വേദി. ഗായകൻ MG ശ്രീകുമാറിന്റെ 42 വർഷത്തെ സംഗീത യാത്രയുടെ ആഘോഷം കൂടിയാകും ഇത്. ടിക്കറ്റ് വിൽപ്പന പുരോഗമിക്കുകയാണ്. മധുമയമായി പാടാം എന്ന പേരിലാണ് 42 വർഷത്തെ MGയുടെ സംഗീതോപാസനയുടെ വാർഷികം ഗൾഫ് മാധ്യമം ആഘോഷിക്കുന്നത്. നടി പാർവതി തിരുവോത്ത്, യുവനടൻ അർജുൻ അശോകൻ, ഗായകരായ നിത്യ മാമൻ, ശിഖ പ്രഭാകരൻ, ലിബിൻ സഖറിയ, ഗോകുൽ ഗോപകുമാർ എന്നിവരും അരങ്ങിലെത്തും. കലാകാരന്മാരായ റംസാൻ മുഹമ്മദ്, സിദ്ദിഖ് റോഷൻ എന്നിവരും വേദിയിൽ അണിനിരക്കും. മിഥുൻ രമേശ് അവതാരകനായെത്തും. MGയോടൊപ്പം പാട്ടുപാടാൻ അവസരവും ഹാർമോണിയസ് കേരള ഒരുക്കും. വിദ്വേഷത്തിനു പകരം മനുഷ്യനന്മ എന്ന പ്രമേയം കൂടിയാണ് ഹാർമോണിയസ് കേരള. ദമാമിൽ സൗദി സ്പോർട്സ് അതോറിറ്റിയുടെ കീഴിലുള്ള ഗ്രീൻ സ്പോർട്സ് സ്റ്റേഡിയമാണ് വേദി. ടിക്കറ്റ് വിൽപ്പന തുടരുകയാണ്. 30 റിയാൽ മുതൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. 4 പേർക്ക് 100 റിയാൽ മുതൽ ആരംഭിക്കുന്ന കാറ്റഗറിയും ലഭിക്കും. സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, VIP എന്നീ കാറ്റഗറികളിൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. ടിക്കറ്റുകൾക്കായി 055663739 05015697338 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. മീഡിയ 1 ദമാം. ടീനേജ് വിദ്യാർത്ഥി സംരംഭകരെ കണ്ടെത്തുന്നതിന് മീഡിയ 1 എയ്മർ ബിസിനസ് സ്കൂളുമായി സഹകരിച്ച് യങ് CEO 2025 ടാലന്റ് ഷോ സംഘടിപ്പിക്കുന്നു. കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലുമായി 17 മുതൽ 21 വയസ്സ് വരെയുള്ള +2 വിദ്യാർത്ഥികൾക്ക് ഭാഗമാകാം. എന്റർപ്രണർഷിപ്പ് എന്താണെന്ന് വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കാനും സ്റ്റാർട്ടപ്പ് നൈപുണ്യം വികസിപ്പിക്കാനും സാധിക്കും. യങ് CEO 2025 ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ലോഗോ പ്രകാശനം ചെയ്തു. +2 വിദ്യാർത്ഥികൾക്കിടയിലെ സംരംഭകർ, സ്റ്റാർട്ടപ്പ് ആശയങ്ങളുള്ളവർ എന്നിവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണ് യങ് CEO 2025 വിദഗ്ധ മെന്റർമാർ നയിക്കുന്ന വർക്ക്ഷോപ്പുകൾ, സ്റ്റാർട്ടപ്പ് ആശയങ്ങൾ ബിസിനസ് മോഡലായി വളർത്താനുള്ള മാർഗനിർദ്ദേശങ്ങൾ, ആശയങ്ങൾ പിച്ച് ചെയ്യുവാനുള്ള അവസരങ്ങൾ എന്നിവയെല്ലാം യങ് CEO 2025 ഭാഗമാണ്. അഗ്രിടെക്, സാമൂഹ്യ പ്രതിബദ്ധത, ഹെൽത്ത് കെയർ, എഡ്ടെക് തുടങ്ങി 9 വിഭാഗങ്ങളിലായാണ് ടാലന്റ് ഷോ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും GCCയിലും കേരളത്തിലും വളരെ ചെറുപ്പകാലഘട്ടത്തിൽ നിന്ന് തന്നെ ഈ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമുക്കറിയാം, കുട്ടികളെല്ലാം വളരെ സ്മാർട്ടാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ടാലൻറ്റിനെ പുറത്ത് കാണിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് ആവശ്യമുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു യങ് CEO എന്ന് പറയുന്ന ഒരു പദ്ധതി. യങ് CEOയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് നടന്ന ലോഗോ പ്രകാശന ചടങ്ങിൽ മീഡിയ 1 CEO മുഷ്താഖ് അഹമ്മദ്, മീഡിയ സൊല്യൂഷൻ ഹെഡ് ബിജോയ് ചന്ദ്രൻ, AIMER ബിസിനസ് സ്കൂൾ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് മോൻ തക്കയിൽ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുനീർ മുഹമ്മദ്, ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അറക്കൽ ബാവ, ചീഫ് പ്രോഡക്റ്റ് ഓഫീസർ മുഹമ്മദ് അസീം പനോളി എന്നിവർ പങ്കെടുത്തു. ഓൺടർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫാമിലി ബിസിനസ് ടേക്കപ്പ് ചെയ്ത് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ജനറേഷൻ്റെ വലിയൊരു ഗ്യാപ്പ് കേരളത്തിലും ലോകത്തെല്ലായിടത്തും. ഒരുപക്ഷെ ഒരാൾ ഒരു ബിസിനസ് സെറ്റ് ചെയ്ത് അദ്ദേഹം റിട്ടയർമെൻറ്റ് ആലോചിക്കുമ്പോൾ അത് അടുത്ത ജനറേഷൻ അത് ടേക്കപ്പ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻസ് വളരെ വ്യാപകമായിട്ടുണ്ട്. ഒപ്പം എഡ്യൂക്കേഷൻ്റെയും പ്രാക്ടിക്കലായി അതിനെ അപ്ലൈ ചെയ്യുന്നതിനും ഇടയിലുള്ള ഗ്യാപ്പ് എലിമിനേറ്റ് ചെയ്യുന്നതിന് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്ലാനിനെ പറ്റിയിട്ട് ആലോചിക്കുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും അത് ട്രെൻഡ് സെറ്ററായി മാറുകയും ചെയ്തിട്ടുണ്ട്. എയ്മർ തുടക്കം കുറിച്ചത് വലിയൊരു വിപ്ലവത്തിനാണെന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. മലയാളികളുടെ സംരംഭക പരിസ്ഥിതിയിൽ മികച്ച വിദ്യാർത്ഥി സംരംഭകരെ സ്കൈലിപ്പ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഒരു മാധ്യമ സ്ഥാപനം നടത്തുന്ന ആദ്യത്തെ സംരംഭമാണ് യങ് CEO 2025. ഓരോ വിഭാഗത്തിലും 1 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് വിതരണം ചെയ്യുന്നത്. രജിസ്ട്രേഷൻ, വെബിനാർ, പ്രാദേശിക സെമി ഫൈനൽ, ഗ്രാൻഡ് ഫിനാലെ എന്നിങ്ങനെ 4 ഘട്ടങ്ങളിലായിരിക്കും ടാലന്റ് ഷോ സംഘടിപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 745003
3074 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. മീഡിയ വൺ, കോഴിക്കോട്. യുഎഇയിലെ റോസ്റ്ററി ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ അൽ റാഹി അജ്മാനിൽ പുതിയ ഷോറൂം തുറന്നു. അൽ റാഹിയുടെ 98ാമത്തെ ഷോറൂമാണ് അജ്മാൻ റാഷിദിയ 3യിൽ പ്രവർത്തനം ആരംഭിച്ചത്. മുഹമ്മദ് ഇലിയാസ് അഹസനി ജീലാനി ഉദ്ഘാടനം നിർവഹിച്ചു. അൽ റാഹി MD തൻവീർ താജുദ്ദീൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ നൌഷദ് കോറോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ ക്വാളിറ്റിയിലും നമ്മുടെ സർവീസിലും നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഈ വിജയത്തിന് കാരണം. അത് എപ്പോഴും നിലനിർത്തുമെന്ന ഒരു വിശ്വാസം ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ചോക്ലേറ്റ്സ്, കോഫി, ഡേറ്റ്സ് ഇതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഗുണമേന്മയുള്ള എല്ലാവിധ ഉൽപ്പന്നങ്ങളും നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. യുഎഇയിലെ ഭക്ഷ്യവിതരണ ബ്രാൻഡായ ടേസ്റ്റി ഫുഡ് നടത്തിയ നാഷണൽ പ്രൊമോഷനിലെ കാർ ജേതാവിനെ പ്രഖ്യാപിച്ചു. ദുബായ് മുനിസിപ്പാലിറ്റി അധികൃതരുടെ സാന്നിധ്യത്തിൽ നടന്ന നറുക്കെടുപ്പിൽ ഗുജറാത്ത് സ്വദേശി കേതൻ കുമാറാണ് ജാക്ക് JS6 കാർ സമ്മാനം നേടിയത്. നടൻ മിഥുൻ രമേശ്, ടേസ്റ്റി ഫുഡ് MD മജീദ് പുല്ലഞ്ചേരി, CEO ഷാജി ബെരയമ്പത്ത് എന്നിവർ നറുക്കെടുപ്പിന് നേതൃത്വം നൽകി. അവരെ നമ്പർ നോക്കിയപ്പോൾ ഇന്ത്യയിലുള്ള നമ്പറായിരുന്നു, കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷേ വളരെ എന്താ പറയേണ്ടത്, സന്തോഷകരമായ മുഹൂർത്തം അവരെ വിളിച്ച് കിട്ടി. ഒപ്പം ഇതുവരെ വിശ്വസിച്ചിട്ടില്ല നമ്മൾ കാറ് കിട്ടി എന്നുള്ളത്. ഗുജറാത്ത് സ്വദേശിയായ ഒരു കേതൻ കുമാർ എന്ന് പറഞ്ഞ ആൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അവർ UAEയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഡിസംബർ വെക്കേഷൻ നാട്ടിൽ പോയതാണ്. മറ്റ് ഒരു വർഷത്തേക്കുള്ള ഗ്രോസറി, മറ്റ് UAE എക്സ്പീരിയൻസ്, മറ്റുള്ള അതുപോലെ തന്നെ ഒരു യൂറോപ്യൻ ട്രിപ്പ്, അങ്ങനെ ഒരുപാട് ആംസ്റ്റർഡാമിലെ ട്രിപ്പ്, അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ വീക്കിലി ഡ്രോ ഒക്കെ കഴിഞ്ഞ മാസങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെസ്റ്റീവ് സീസൺ ആരംഭിച്ചതോടെ ബഹ്റൈനിലേക്കും ബഹ്റൈനിൽ നിന്നുമുള്ള യാത്രകളിലും വൻ വർധന. ഈ വർഷം നവംബറിൽ മാത്രം 8 ലക്ഷത്തിലധികം യാത്രക്കാരാണ് ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്തത്. വിമാന സർവീസുകളിലും എയർ കാർഗോ മേഖലയിലും റെക്കോർഡ് വളർച്ചയാണ് ഈ കാലയളവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്തവരുടെ എണ്ണത്തിൽ വൻ വർധനവ്. ഈ വർഷം നവംബറിൽ മാത്രം ബഹ്റൈൻ വിമാനത്താവളം വഴി യാത്ര ചെയ്തത് 8,82,343 യാത്രക്കാരാണ്. ഇതിൽ 4,37,057 പേർ ബഹ്റൈനിൽ നിന്ന് യാത്ര പുറപ്പെട്ടവരും 4,42,717 പേർ ബഹ്റൈനിലേക്ക് എത്തിച്ചേർന്നവരുമാണ്. ഇതിൽ തന്നെ 2,569 പേർ കണക്ഷൻ ഫ്ലൈറ്റിലെത്തിയ ട്രാൻസിസ്റ്റ് യാത്രക്കാരാണ്. ബഹ്റൈൻ ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയമാണ് യാത്രക്കാരുടെ എണ്ണം സംബന്ധിച്ചുള്ള വിശദമായ കണക്കുകൾ പുറത്തുവിട്ടത്. ഫ്ലൈറ്റ് സർവീസുകളുടെ എണ്ണത്തിലും ശ്രദ്ധേയമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 8,707 വിമാന സർവീസുകളാണ് നവംബറിൽ മാത്രം ബഹ്റൈൻ വിമാനത്താവളത്തെ ആശ്രയിച്ചത്. 4,367 വിമാനങ്ങൾ ബഹ്റൈനിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ 4,340 വിമാനങ്ങൾ ബഹ്റൈനിലേക്ക് എത്തിച്ചേർന്നു. ഇതിനു പുറമെ ബഹ്റൈൻ വ്യോമപരിധിയിലൂടെ കടന്നുപോയത് 47,753 വിമാനങ്ങളാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. എയർ കാർഗോ രംഗത്തും ബഹ്റൈൻ വിമാനത്താവളം നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. മൊത്തം 38,043 ടൺ എയർ കാർഗോയും എയർമെയിലും നവംബറിൽ ബഹ്റൈൻ വിമാനത്താവളം വഴി കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളം മേഖലയിലെ പ്രധാന ലോജിസ്റ്റിക് ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ സൂചനയാണിതെന്ന് അധികൃതർ വിലയിരുത്തി. മീഡിയ വൺ, ബഹ്റൈൻ. കുവൈറ്റിൽ നടന്ന NBK മാരത്തണിൽ ശ്രദ്ധേയമായ നേട്ടവുമായി മലയാളി വിദ്യാർത്ഥിനി. ജലൈബ് അൽ ഷുയൂഖ് യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഐഷയാണ് അണ്ടർ 18 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയത്. 205 മത്സരാർത്ഥികൾ പങ്കെടുത്ത 5 കിലോമീറ്റർ ദൂരം അനായാസം മറികടന്നാണ് ഈ നേട്ടം. യുവതലമുറയ്ക്ക് പ്രചോദനമാകുന്ന പ്രകടനമാണ് ഐഷയുടേതെന്ന് സംഘാടകർ വിലയിരുത്തി. ഗൾഫ് ബാങ്ക് റണ്ണിലും കുവൈറ്റ് പോലീസ് റണ്ണിലും ഐഷ നേരത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. മാരത്തൺ റണ്ണറായ പിതാവ് ഡോക്ടർ സുനിൽ മുസ്തഫയ്ക്കൊപ്പമാണ് മത്സരങ്ങളിൽ ഐഷ പങ്കെടുത്തത്. തൃശൂർ മതിലകം സ്വദേശികളായ ഡോക്ടർ സുനിൽ മുസ്തഫയുടെയും ഷാഹിന മുഹമ്മദ് അലിയുടെയും മകളാണ് ഐഷ സഹ്റ. കുവൈറ്റിലെ ഖൈത്തൻ മേഖലയിലെ പൊതുഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ഫർവാനിയ ഗവർണർ ഷെയ്ഖ് അത്തുബി അൽ നാസർ യോഗം വിളിച്ചു. ഖൈത്തൻ നിവാസികളുമായും പൊതുഗതാഗത കമ്പനികളുടെ പ്രതിനിധികളുമായിട്ടായിരുന്നു ചർച്ച. സേവന നിലവാരം മെച്ചപ്പെടുത്താനും യാത്രക്കാർ ഉന്നയിക്കുന്ന ആശങ്കകൾക്ക് പ്രായോഗിക പരിഹാരങ്ങൾ കണ്ടെത്താനുമാണ് യോഗം ലക്ഷ്യമിട്ടത്. പൊതു താൽപര്യം സംരക്ഷിക്കുന്നതിൽ സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം ഗവർണർ ഊന്നിപ്പറഞ്ഞു. പ്രദേശത്തെ ഗതാഗത സുരക്ഷാ വെല്ലുവിളികളും നിയന്ത്രണ പ്രശ്നങ്ങളും യോഗത്തിൽ അവലോകനം ചെയ്തു.
സൗദിയിൽ നടന്ന അഷർഖിയ ചേംബർ വാർഷിക സ്വീകരണത്തിൽ ലുലു ഗ്രൂപ്പും പങ്കാളിയായി. മേഖലയിലെ വ്യവസായ പങ്കാളിത്തങ്ങൾ ശക്തിപ്പെടുത്തുക, ആശയങ്ങൾ പങ്കുവയ്ക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് വാർഷിക സ്വീകരണം. ഈസ്റ്റേൺ പ്രൊവിൻസ് ഗവർണറുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ദഹ്റാൻ എക്സ്പോ വേദിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ലുലു സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ്, ഷംനാസ് പള്ളിക്കടി തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാൻഡ് ഹൈപ്പർ കുവൈറ്റ്, റിഗൈ, ജലീബ് മേഖലകളിൽ 2 പുതിയ സ്റ്റോറുകൾ കൂടി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഗ്രാൻഡ് ഹൈപ്പറിന്റെ കുവൈറ്റിലെ സ്റ്റോറുകളുടെ എണ്ണം 48 ഉയർന്നു. റിഗയിലെ 2ാം സ്റ്റോർ ടെസ്ല എഞ്ചിനീയറിംഗ് ചെയർമാൻ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ജലീബിലെ 2ാമത്തെ സ്റ്റോർ ഷെയ്ഖ് ദാവൂദ് സൽമാൻ അസ്ബാഹും ഗ്രാൻഡ് ഹൈപ്പർ ചെയർമാൻ ജാസിം മുഹമ്മദ് ഖമീസ് അൽ ഷറാഹും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഗ്രാൻഡ് ഹൈപ്പർ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അൻവർ അമീൻ ചെലാട്, കുവൈറ്റ് റീജിയണൽ ഡയറക്ടർ അയ്യൂബ് കച്ചേരി, മുഹമ്മദ് സുനീർ, തഹസീർ അലി, മുഹമ്മദ് അസ്ലം ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. മലയാളിയായ വി നന്ദകുമാറിന് മിഡിൽ ഈസ്റ്റിലെ റീറ്റെയിൽ പ്രൊഫഷണൽ ഓഫ് ദ ഇയർ പുരസ്കാരം. റീറ്റെയിൽ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾക്കാണ് അംഗീകാരം. മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക മേഖലയിലെ ഷോപ്പിംഗ് സെന്ററുകളുടെയും റീറ്റെയിൽ കേന്ദ്രങ്ങളുടെയും കൂട്ടായ്മയായ മിഡിൽ ഈസ്റ്റ് കൌൺസിൽ ഓഫ് ഷോപ്പിംഗ് സെന്റേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് ആണ് ജേതാവിനെ പ്രഖ്യാപിച്ചത്. ദുബായിൽ നടന്ന റീറ്റെയിൽ കോൺഗ്രസിലായിരുന്നു പ്രഖ്യാപനം. തിരുവനന്തപുരം സ്വദേശിയായ നന്ദകുമാർ ലുലു ഗ്രൂപ്പ് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറാണ്. ജിദ്ദയിൽ VBG റാംജി നിയമ ഭേദഗതിക്കെതിരെ OICC പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. 90% കേന്ദ്രവിഹിതമായിരുന്ന പദ്ധതിയുടെ പകുതി വെട്ടിക്കുറച്ചും രാഷ്ട്രപിതാവിന്റെ പേര് അടർത്തിമാറ്റിയും നടപ്പാക്കിയ ഭേദഗതി അംഗീകരിക്കില്ലെന്നും ഗാന്ധി നിന്ദയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും സംഗമം അഭിപ്രായപ്പെട്ടു. OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കീം പാറക്കൽ ഉദ്ഘാടനം ചെയ്തു. സ്വന്തം പോർക്കളത്തിൽ 10 പേരുമായി പോരാടിയാണ് കണ്ണൂർ വാരിയേഴ്സ് സൂപ്പർ ലീഗ് കേരള കിരീടം ചൂടിയത്. സൂചി കുത്താനിടമില്ലാത്ത വിധം തിങ്ങി നിറഞ്ഞ കാണികളെ സാക്ഷി നിർത്തി ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ എതിരില്ലാത്ത ഒറ്റ ഗോളിനാണ് തൃശൂർ മാജിക് FCയെ തോൽപ്പിച്ചത്. സൂപ്പർ ലീഗ് കേരള 2ാം സീസണിൽ കണ്ണൂർ വാരിയേഴ്സ് ജേതാക്കളായി. എതിരില്ലാത്ത 1 ഗോളിന് തൃശൂരിനെ പരാജയപ്പെടുത്തിയത്. കണ്ണൂരിന്റെ പട നമുക്കൊപ്പം ചേരുകയാണ്. യെസ്, വരിക ഇതാണ് മോഹക്കപ്പ്. വളരെ പൊരുതി നേടിയതാണ് ഉബൈദ് ഭായ്. വലിയ സന്തോഷമുണ്ട്. ഒരുപാട് അത് ഒരിക്കലും പറഞ്ഞെടുക്കാൻ പറ്റില്ല. ഈ ഒരു മൂമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര നാളും നമ്മൾ കഷ്ടപ്പെട്ടത്. Very good. Very happy. Really happy. We deserve it. We deserve to win. What a goal! Yeah, very happy for the goal, for the supporters, the fans. Very good, very happy. Coach, now you are the champions. Congratulations. Thank you. I was the Kannur fans. What about it? It's an incredible day today. It's an incredible night, and the ambient, the atmosphere that we win. We are happy, all of us as happy, and we're really happy also for all our fans, all our supporters. They are incredible. എങ്ങനെയുണ്ട്? തകർത്തല്ല, പറഞ്ഞതുപോലെ തന്നെ. മുത്തപ്പനുള്ള കപ്പാണെന്നാണ് കാണികൾ പറയുന്നത്. മുത്തപ്പന് കൊടുത്തിരിക്കുന്നു കണ്ണൂരില്. കണ്ണൂർ പറഞ്ഞ മുത്തപ്പനാണ്. മുത്തപ്പന് ട്രോഫി, മുത്തപ്പന് മുത്തം കൊടുത്തു. Endra Changai. ചൊങ്കാട്. മലയാളം പഠിച്ചു. മലയാളം. No Malayalam, no. എന്താണ് ചങ്ങായി? Only Endra Changai. എന്തൊരാൾക്കാരാ. എല്ലാരും മലയാളം പഠിച്ചു കേട്ടോ. ഓക്കെ, എന്നാലും വലിയ സന്തോഷത്തിലാണ് കണ്ണൂർ ടീം ഉള്ളത്. കണ്ണൂരിന്റെ മലയാള താരങ്ങൾ എബിൻ, സിനാൻ, എബിൻ, നിതാൽ. Yes, how is your teammates? Every year's final, bro. No problem. You want final? Yes! Aye. Good. കണ്ണൂരിന്റെ കപ്പ് ഒക്കെ ജാസ് കണ്ണൂരിന്റെ ഒപ്പം സഞ്ചരിച്ച ആളാണ്. ഒപ്പം ജാസ് എങ്ങനെയുണ്ട് ഈ നിമിഷം? അതായത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമാണ്. കാരണം നമ്മൾ day 1 to ഇത് അവസാനം വരെ നമ്മൾ അതിന്റെ കൂടെ ഉണ്ട്. അപ്പൊ ജയിക്കുകയാണെങ്കിലും തോൽക്കുകയാണെങ്കിലും ഭയങ്കര ഇമോഷണലാണ് ഇത്. തോൽക്കുകയാണെങ്കിലും ജയിക്കുകയാണെങ്കിൽ ഭയങ്കര ഇമോഷണൽ, ഭയങ്കര ടച്ചിങ് ആയി പോയി. ഇത് ഒരു പക്ഷെ ഏറ്റവും മനോഹരമായ കാഴ്ചതാണ് കേട്ടോ. ഞങ്ങള് മീഡിയ വൺ ഈ യാത്രയ്ക്കൊപ്പം സഞ്ചരിച്ച നാള് മുതൽ സിനാനെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. സിനാന്റെ വാപ്പ, സിനാന്റെ ഉപ്പാപ്പ എല്ലാവരും വന്നിരിക്കും. ഹാപ്പി ആയോ?
എങ്ങനെയുണ്ട് നമ്മളെ ചെക്കനെ കളി? ചെക്കനെന്തോ ഒരു ക്ഷീണം പിടിച്ചു. കപ്പടിച്ചതിന്റെ ആഘോഷത്തിന്റെയാണ്, കളിച്ചതിന്റെ അല്ല. ഞാൻ ഓടുമ്പോ ഒരു ക്ഷീണമില്ല. ഇന്ത്യക്കാരൻ ഒരു പക്ഷേ ഇങ്ങനെ കളിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ? അത്ര നന്നായിട്ട് കളിച്ചു. അതായത് നമ്മുടെ മിഡ്ഫീൽഡിന്റെ കൺട്രോൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ അർജുനാണ്. പക്ഷെ നമ്മളെ വാഴ്ത്തപ്പെടാത്ത ഒരു ഹീറോ ആണ് ശരിക്കും. ഞങ്ങൾ ഇന്ന് പറയായിരുന്നു, അർജുനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. CK വിനീത് ഉൾപ്പെടെയുള്ള താരങ്ങൾ പറഞ്ഞു ഇന്നത്തെ കളി മൊത്തം കൊണ്ടുപോയത് അർജുനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ ലീഗ് കേരളയുടെ കിരീടം ചൂടിയിരിക്കുകയാണ് കണ്ണൂർ. എന്തായാലും ആ സന്തോഷം പങ്കുവയ്ക്കുകയാണ് താരങ്ങളും അതുപോലെ തന്നെ ആരാധകരും. മഹേഷ് പൂലൂരാണ് വിവരങ്ങൾ നൽകിയത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പര ഇന്ത്യക്ക് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന 5ാം മത്സരത്തിൽ 30 റൺസിനാണ് ഇന്ത്യയുടെ ജയം. 5 മത്സരങ്ങളടങ്ങിയ പരമ്പര 3-1 സ്വന്തമാക്കിയത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 231 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ പ്രോട്ടീസിന് 8 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യക്കായി വരുൺ ചക്രവർത്തി 4 വിക്കറ്റ് വീഴ്ത്തി. നേരത്തെ അർദ്ധ സെഞ്ചുറി നേടിയ തിലകവർമ്മയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും ബാറ്റിംഗ് മികവിലാണ് ഇന്ത്യ മികച്ച സ്കോർ കണ്ടെത്തിയത്.